ബംഗളൂരുവിലെ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ് മരിച്ച 2 മലയാളികളുടെ സംസ്കാരം അല്പസമയത്തിനകം. എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. രാമമംഗലത്തെ വീട്ടിലെത്തിച്ച മൃതദേഹം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. പരിക്കേറ്റ ഒരു മലയാളി അടക്കം 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സൈഫുനിസ, ഇരുവരുടെയും പൊതുദർശന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? സ്മിതയുടെയും ലതയുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ഒരു 1:45 കൂടിയാണ് രാമമംഗലത്ത് എത്തിച്ചത്. രാമമംഗലത്ത് ആദ്യം ഈ മൃതദേഹങ്ങൾ രാമമംഗലം പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് പൊതുദർശനത്തിന് വെച്ചത്. 100 കണക്കിന് ആളുകളാണ് അവിടുത്തെ പ്രദേശവാസികളും അയൽവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി 100 കണക്കിന് പേരാണ് സ്മിതയ്ക്കും ലതയ്ക്കും അന്തിമോപചാരം അർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ ജി പ്രിയങ്കയും ഒപ്പം തന്നെ ആ സ്ഥലം MLA ആയ അനൂപ് ജേക്കബും അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ പുലർച്ചെയാണ് സ്മിതയും ലതയും അടങ്ങുന്ന 5 പേരടങ്ങുന്ന സംഘം രാമമംഗലത്ത് നിന്ന് ഈ ബംഗളൂരുവിലേക്ക് യാത്ര പുറപ്പെട്ടത്. മൊത്തം കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അവർ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. 56 അംഗ സംഘമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി ന്യൂട്രിമിക്സ് ഫുഡ് ഉണ്ടാക്കുന്ന കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഈ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. അവിടെ സ്ഥലമെല്ലാം സന്ദർശിച്ച ശേഷം വൈകിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് വലിയ ശക്തമായ മഴ വരികയും പിന്നീട് ഇവർ കയറി നിന്ന ആശുപത്രിയുടെ അടുത്തുള്ള മതിൽക്കെട്ട് 8 അടിയോളം ഉയരത്തിലുള്ള മതിൽക്കെട്ട് ഇവരുടെ ദേഹത്തേക്ക് പതിക്കുകയും ചെയ്തത്. ഈ 5 പേർക്കും പരിക്കേറ്റു. പക്ഷേ ഈ സ്മിതയും ലതയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിന്നീട് മരിക്കുകയാണ് ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന മായ, പ്രീതി, സിജി ഇവരെയൊക്കെ അവിടെയുള്ള സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ നിലയിൽ ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാമമംഗലത്തെ പഞ്ചായത്ത് ഓഫീസിന് പരിസരത്ത് പൊതുദർശനം പൂർത്തിയാക്കി ഇരുവരുടെയും മൃതദേഹം സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയായിരിക്കും പൊതുദർശനം നടക്കുക. അവിടെ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. ശരി, സൈഫുനിസ അലിയാരാണ് വിശദാംശങ്ങൾ നൽകിയത്.